എന്തോ ഈ ഡെഡിക്കേഷൻ റൗണ്ടിലെ ആർക്ക് വേണ്ടിയാണ് ഈ ഒരു സോങ് ഡെഡിക്കേറ്റ് ചെയ്ത് ആരെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്? ഇതെന്റെ ടീച്ചറാണ്. ഓക്കെ. ഈ വേദിയിൽ ഞാനിപ്പോ നിക്കാൻ കാരണം ടീച്ചറാണ്. ആഹാ. സംഭവം വെച്ചാൽ ഒരു 5ാം ക്ലാസ് വരെ ഞാൻ പാടുമെന്ന് ആർക്കും അറിയത്തില്ല, സ്കൂളിൽ ആർക്കും അറിയത്തില്ല. ഓക്കെ. അപ്പോൾ എന്നെ പാട്ട് പഠിപ്പിക്കുന്ന മാഷ് അനീഷ് എന്നാ പേര്. അപ്പൊ സാറ് എനിക്ക് ശരത് സാറിന്റെ ഒരു പാട്ട് പഠിപ്പിച്ചു തന്നു. അപ്പൊ അത് ഞാൻ ഒരു ദിവസം ക്ലാസ്സിൽ പാടി. അത് ടീച്ചർ കേട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട് ടീച്ചർ എന്നെ സ്റ്റാഫ് റൂമിലോട്ട് വിളിച്ചോണ്ട് പോയി. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചത് പാടിയിട്ട് ടീച്ചർ അത് റെക്കോർഡ് ചെയ്ത് എന്നിട്ട് അത് ഫേസ്ബുക്കിൽ ഇട്ട്. അപ്പൊ അങ്ങനെ ഞാൻ ഒന്ന് ഫേമസ് ആയി. അങ്ങനെയാണ് ഫേമസ് ആയത്. അങ്ങനെ നീ ഒന്ന് ഫേമസ് ആയി. അപ്പൊ ടീച്ചറാണ് ഫെയിമിലോട്ട് എത്തിച്ചത്. ഇവൻ പാടുമ്പോഴും ടീച്ചർ ഭയങ്കര ഇമോഷണലി അവിടെ ഇരുന്ന് ടീച്ചറിന് ഒരു സമാധാനം കിട്ടുന്നില്ലായിരുന്നു. ഓക്കെ, എനിക്ക് നമുക്കത് ഇവരൊന്നിച്ച് പാടുന്നൊന്ന് കേട്ടോ. തീർച്ചയായിട്ടും ശരത് സാറിന്റെ ആ ഒരു സോങ്. ഏതാ മക്കളെ അത്? അടുത്തു എന്ന് പാടിക്കോ. കോവിലിൽ പുലർവേളയിൽ ജയദേവഗീതാലാപനം കേവലാനന്ദാമൃത തിരയാഴിയിൽ നീരാടി നാം പുത്തിലഞ്ഞി ചോട്ടിൽ മലർമുത്തു കോർക്കാൻ പോകാം ആന കേറാം വീട്ടിൽ ഇനി ആയിരത്തിരി കൊളുത്താം ഇനിയുമീ നടകളിൽ ഇളയാടാൻ മോഹം ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊന്തന്തിയിൽ സ്നേഹാർദ്രമാം ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ നിൻ മൗനമോ ഭൂമാലമായി നിൻ രാഗമോ ഭൂപാളമായി നിൻ മുന്നിൽ നീ പുലർകന്യയായി ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊന്തന്തിയിൽ. ടീച്ചറിനോ എത്ര മാർക്ക് കൊടുക്കാം? 10. സൂപ്പർ. മോനെ ടീച്ചറിന്റെ പേരെന്താണ്? ബിന്നി. കുറെ സന്തോഷം ബിന്നി വന്ന് മോൻ്റെ കൂടെ പാടിയതിലും. നന്നായിട്ട് പാടുന്നു കേട്ടോ. സാധാരണ നമ്മൾ ഓരോരുത്തരും വന്ന് പാടുന്ന പോലെ അല്ലായിരുന്നു. ഇത് നന്നായിട്ട് തന്നെ പാടി. കുഞ്ഞ് നന്നായിട്ട് പാടി.
ഓക്കെ. പിന്നെ എൻ്റെ പാട്ട് പാടിയതിൽ എനിക്ക് കുറേ സന്തോഷം. അതിലൊരുപാട് റിസ്ക് എലമെന്റ്സ് ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ ഉണ്ടാക്കുന്ന എല്ലാ പാട്ടിനകത്തും റിസ്ക് എലമെന്റ്സ് ഉണ്ട്. മുമ്പിലിരുന്ന് പാടുന്നതിലേ മുമ്പിലല്ലല്ലോ, സൈഡിലല്ലേ, അത് കുഴപ്പമില്ല. പക്ഷെ എന്തൊക്കെയാലും കണ്ടതിൽ കുറേ സന്തോഷം ബിന്നി. അതുപോലെ ശരത് സാറിനൊരു താങ്ക്സ്. ഈ പാട്ടാണ് എന്നെ ഒരു പാട്ടുകാരനാക്കിയത്. ഓ ശരത്തേട്ടാ, എത്ര പേരാ ശരത് സർ. എത്ര പേര് വഴിയാധാരാക്കിയിരിക്കുന്നു. ചുമ്മാ വീട്ടിൽ ഇരിക്കേണ്ട ചെക്കൻ. നല്ല പഠിച്ച്. താങ്ക് യു മുത്തേ. എന്തൊക്കെയാലും പാടിയല്ലോ അത്. ഓക്കെ, നമുക്ക് ചോദിച്ചു നോക്കാം പാട്ട് എങ്ങനെയാണ്. മാഷേ നന്നായി പാടുന്നുണ്ട്. താങ്ക് യു സാർ. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ശബ്ദത്തിന് ഇപ്പം എന്തോ ഒരു ചെറിയൊരു അടപ്പുണ്ട്. അപ്പം അതിൻ്റെ ചിലതൊക്കെ പാട്ടിൽ വന്നു. പൊതുവെ മോന് നല്ല ജ്ഞാനമുള്ള ആളാണ്. നന്നായിട്ട് പാട്ടുകൾ, ഒറിജിനൽ പാട്ട് കേട്ട് അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ നല്ലോണം ആരും കേൾപ്പിക്കാണ്ട് തന്നെ പഠിക്കുക. എന്നിട്ട് അത് ശരിയാണെന്ന് തോന്നുമ്പോൾ പാടി വേറെ ആളെ കേൾപ്പിക്കുക. അങ്ങനെയൊക്കെ ശീലിക്കുക കേട്ടോ. പെർഫെക്റ്റായിട്ട് പാടാൻ ശ്രമിക്കുക. അത് നമ്മുടെ ഉത്സാഹമാണ് ഏറ്റവും വലിയ കാര്യം. വേറെ ആളുടെ അല്ല, നമുക്കുള്ളത് നമ്മൾ നന്നാക്കിക്കൊണ്ടുവരാൻ ശ്രമിക്കുക. നന്നായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാഷേ. ശരത് സർ. മോനെ എന്തോ സാർ? നല്ല പാട്ട്, നല്ല കീരവാണിയുടെ നല്ലൊരു പാട്ട്. ഈ കീരവാണിക്ക് വേറെ പേരുണ്ട്, അറിയാമോ? മരകതമണി. വേറൊരു പേരും കൂടെ ഉണ്ട്, MM കരീം. കേട്ടോ? ആ, അദ്ദേഹം ഹിന്ദിയിലൊക്കെ ചെയ്യുമ്പോൾ അതാണ്. 3 പേരും കൊണ്ടാണ് അദ്ദേഹം ജീവിക്കുന്നത്. കേട്ടോ മക്കളെ? അപ്പോൾ നല്ല പാട്ട്, മോൻ നന്നായിട്ട് പാടി. മോൻ ഈ തൊണ്ട ഇന്നൊരു അത്രയ്ക്കൊരു ഗുണമില്ലാത്തതുകൊണ്ടാണ്. മോനെ ആ പല്ലവി ഒന്ന് പാടിയേ. തരളിതരാവിൽ താനീ രാവിൽ രാവിൽ. ആ വില്ലിൻ്റെ സ്വഭാവം വേണം കേട്ടോ. അമ്പും വില്ലും എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ കേട്ടോ. അത് മോൻ പാടുമ്പോൾ അതിൻ്റെ ഒരു ജീവൻ കിട്ടുന്നില്ല. രാവിൽ ദീ, അത് ഒരു കുറച്ചും കൂടെ ക്ലാരിറ്റി ആവാൻ മോനെ കേട്ടോ. പിന്നെ ഈ ദൂരെ ദൂരെ ദൂരെ, ആ ദൂരം ഫീൽ ചെയ്യണം. അത് മോനെ, അത് തൊണ്ടയും പ്രോബ്ലം ആയിരുന്നല്ലേ? അത് കുഴപ്പമില്ല മോനെ, അത് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ നോക്കുക. താങ്ക് യു മോനെ. താങ്ക് യു ശരത് സർ. ഷാനിക. റിഹാൻ എന്തോ കുഴപ്പമില്ലാതെ പാടിയാടാ. താങ്ക് യു സാർ. റിഹാന്റെ ഒരു 100% ആയിരുന്നുവെങ്കിൽ ഈ പാട്ട് ഇങ്ങനെ അല്ല ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അടിച്ചു പൊളിച്ച് പാടിയാനെ, അലക്കിയാണ്, തകർത്തേനെ. ഞാൻ ഫസ്റ്റ് തരളിതരാവിൽ, അതുപോലെ വഴിയറിയാതെ, ദൂരെ എല്ലായിടത്തും പോയി എക്സെപ്റ്റ് നമ്മുടെ അതാണ് കൂട്ടത്തിൽ കുഴപ്പമില്ലാതെ പോയി. ഏത് ചരണം കഴിഞ്ഞിട്ട് വന്ന ദൂരെ, അത് ദാറ്റ് വാസ് ഓക്കെ. അല്ല, ദൂരം കുറവായിട്ടാണ് പാടുന്നത്. അതെ, അടുത്തായിരുന്നു. അതെ, വളരെ അടുത്തായിരുന്നു. അപ്പൊ ആ ചരണം കഴിഞ്ഞിട്ട് വന്ന ദൂരേക്കായിരുന്നു ആക്ച്വലി ദൂരം ഒന്ന് ഫീൽ ചെയ്തത് ഒരു പൊടിക്ക്. ബാക്കിയുള്ളതൊക്കെ അങ്ങ് അവിഞ്ഞുപോയി. അപ്പം നല്ല സോങ് സെലക്ഷൻ. ബട്ട് ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ചൊന്ന് പാളിപ്പോയി, ദാറ്റ്സ് ഓൾ. ഈ ഒരു കണ്ടീഷൻ ഉള്ളതുകൊണ്ട്. അതർവൈസ് നീ ഇത് കലക്കാനാടാ ഏട്ടാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക. ഹരി ചേട്ടാ. റിഹാൻ എന്തോ കുഴപ്പമില്ലായിരുന്നു പെർഫോമൻസ്. താങ്ക് യു സാർ. റിഹാൻ സാധാരണ നല്ല രസമായിട്ടൊക്കെ പ്രസൻറ്റ് ചെയ്യുന്നതാണ്. അപ്പം മേ ബി ഈ സോങ്ങിൻ്റെ സെലക്ഷൻ്റെ ആയിരിക്കാം റിഹാന് കുറച്ചും കൂടി റിഹാനിന് ചേരുന്നൊരു സോങ് എടുക്കാമായിരുന്നു എനിക്ക് ഫീൽ ചെയ്തു. കിരവാണി സാറിൻ്റെ ഒരു ഗംഭീര സോങ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ 2 പാട്ടിൽ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, RRR തന്നെ. അപ്പോൾ അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ എന്നും കാണുന്നൊരു പാട്ടാണ്. എനിക്കും അതിലൊരു ഭാഗമായത് ഞാൻ കിരവാണി സാറിന് ഈ ഒരു മൊമെൻറ്റിൽ ഐ എം താങ്കിങ് സാറിനും. പിന്നെ ആ പാട്ട് പോയൊരു അയ്യോ, ആ പാട്ട് ഇത്രയും ലെവലിൽ പോകുന്നൊന്നും ഒരിക്കലും. ഞാൻ യാസിനും കൂടിയാണ് പാടിയത്, നാട്ടു. അപ്പം ഹീസ് ഓൾസോ മൈ ഗുഡ് ഫ്രണ്ട്. അത്രയും നന്നായിട്ട് യാസിനും പാടിയിരിക്കുന്നത്. ഈ ഒരു മൊമെന്റിൽ മോൻ ഈ പാട്ട് എടുത്തോണ്ട് വന്നതുകൊണ്ട് എനിക്കിതൊക്കെ പറയാൻ പറ്റി. നന്നായിട്ട് പാടി മോനെ. പക്ഷെ ഈ പറഞ്ഞ പോലെ ശരത്തേട്ടൻ പാടിച്ച പോലത്തെ കുറെ പോർഷൻസ് ഉണ്ടല്ലോ, എവിടെ ശ്യാമകാനന രംഗമാ, എനിക്ക് അവിടെയൊക്കെ ആ ഒരു ഫീല് കിട്ടുന്നില്ലായിരുന്നു. കാരണം സാർ അത്രയും ഗംഭീരമായിട്ട് അത് ഒറിജിനൽ പാടി വെച്ചിരിക്കുന്നത്. അപ്പം ആ പാട്ടിൻ്റെ ഒരു സോള് എനിക്ക് അത്ര അങ്ങോട്ട് കിട്ടിയില്ല. പിന്നെ മോൻ്റെ പ്രായത്തിനനുസരിച്ചുള്ള രീതി പെർഫോം ചെയ്തെങ്കിലും ഈ സംഗതീസ് ഒന്നും ക്ലാരിറ്റി വന്നില്ല. കിളികളും പൂക്കളും ഒന്ന് പാടാമോ? കിളികളും. അവിടെ ഇത്രയും ടോപ്പ് പോർഷൻ പാടിയിട്ട് മോൻ താഴെ പാടിയപ്പം വേർഡ്സ് ഒന്നും ക്ലിയർ ആയില്ല. അപ്പം നമ്മൾ ഏത് റേഞ്ചിൽ പാടിയാലും നമ്മൾ പറയുന്ന വാക്കുകൾ വളരെ വ്യക്തമായിരിക്കണം. ഇപ്പം ഒച്ചത്തിൽ പാടുമ്പം ബേസ് ലെവലിൽ പോയാലും എല്ലാം വേർഡ്സ് ക്ലാരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ്. സെയിം റിപ്പീറ്റ് ചരണത്തിൽ ഇത് തന്നെ സംഭവിച്ചു. കുറച്ചും കൂടി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് റിഹാനിൽ നിന്ന്. റിഹാൻ ഒരു ഉഗ്രൻ കണ്ടസ്റ്റൻ്റ് ആണ് നമ്മുടെ.
റിഹാൻ്റെ പെർഫോമൻസ് ആണെങ്കിലും സ്റ്റേജ് പ്രസൻസ് ആണെങ്കിലും സിംഗിങ് ഒക്കെ. സോ നെക്സ്റ്റ് റൗണ്ടിൽ വരുമ്പോൾ കുറച്ചുകൂടി അടിപൊളിയായിട്ട് വരിക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഓക്കെ റിഹാൻ, മാർക്സ് ചോദിക്കാം. യെസ്. ശരത് സർ യെസ്, റെഡിയാന്ന് തോന്നുന്നു. ഐ ആം റെഡി. ഓക്കെ ദെൻ പ്ലീസ്. മോനെ റിഹാനെ എന്തോ 7.5 മാർക്ക്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക എഴുതിയിട്ട് കഴിഞ്ഞു. ഓ മാസമായിട്ട്. ഓക്കെ ഓക്കെ, അപ്പം രണ്ടുപേരും മാർക്ക് ഇട്ടിട്ടുണ്ട്. സോ ഓൾ ദി ബെസ്റ്റ്. ഇനി ബാക്കി റൗണ്ട് അടിപൊളിയാക്കണം. ആൻഡ് താങ്ക് യു ടീച്ചർ, താങ്ക് യു സോ മച്ച്.